നമസ്കാരം. നമ്മൾ ആർത്തവ വിരാമം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? സാധാരണ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ആർത്തവ വിരാമം സംഭവിച്ചു അല്ലെങ്കിൽ പീരിയഡ്സ് നിന്നു എന്നുള്ളത്. ഇത്തരം ഒരു കണ്ടീഷൻ പുരുഷന്മാരിലുണ്ടെന്നുള്ളത് നമ്മളൊക്കെ ഇടയിൽ എത്ര ആൾക്കാർക്ക് അറിയാം? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പുരുഷന്മാർക്ക് ഉണ്ടാവാറുണ്ടോ? അപ്പോൾ ഇന്ന് ആൻഡ്രോപോസ് അല്ലെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് പുരുഷന്മാരുടെ ശരീരത്തിൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിൻ്റെ കുറവ് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ കാണിക്കുന്ന കുറച്ച് പ്രയാസങ്ങളും അവർ സഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാവാം ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്ക് ആർത്തവ വിരാമം സ്ത്രീകൾക്ക് സംഭവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിൽ കാണാറുണ്ട് അല്ലേ? മിക്ക ഹസ്ബൻഡും വൈഫും ഒ പിയിൽ വരുമ്പോൾ പറയുന്നത് ഇവൾക്ക് ദേഷ്യം കൂടുതലാണ്, ഇവൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാണ്, അതല്ലെങ്കിൽ ഇവൾ എപ്പോഴും എന്നോട് അടി കൂടുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സെക്ഷലി അവർക്ക് ബന്ധപ്പെടാൻ താല്പര്യക്കുറവുണ്ട്. ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരം കംപ്ലയിൻറ്റ്സുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതേ കംപ്ലയിൻറ്റ്സുകളാണ് നമ്മളെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പുരുഷന്മാരിൽ കുറയുമ്പോൾ ഉണ്ടാകുന്നത്. സാധാരണ ഒരു 30 മുതൽ 35 വയസ്സ് കഴിഞ്ഞാൽ 1% ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പുരുഷന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഈസ്ട്രോജൻ, സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ കുറയുന്നത് പോലെ തന്നെ. അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള സിംറ്റംസ് നമ്മൾ എങ്ങനെയാണ് നോക്കി കാണാറുള്ളത്? അത് പുരുഷന്മാരിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന കംപ്ലയിൻറ്റ്സ് ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? നല്ല ക്ഷീണം ഉണ്ടാവും പുരുഷന്മാരിൽ. അതായത് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ശരീരത്തിൽ വന്നു തുടങ്ങുക. നമ്മുടെ നാട്ടിലുള്ള പൊതുവെ ആർക്കും ഇതൊരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്ര ഇഷ്യൂസ് എനിക്ക് വരുന്നതെന്നൊന്നും ആർക്കും അറിയില്ല പൊതുവെ. പക്ഷേ പൊതുവെ അറിയുന്നൊരു കാര്യം, എനിക്ക് പ്രായമായി ഒരു 40-45 വയസ്സൊക്കെ ആയി. അപ്പോൾ എനിക്കിതാ കറക്റ്റ് ക്ഷീണം വരുന്ന ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളൊന്നും ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നതൊന്നും നമുക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നുക. ഒരു 45-50 ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ മിക്കവാറും വീട്ടിലെ മുതിർന്ന ആൺകുട്ടികളൊക്കെയാണ് ആണ് എന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ലൊരു ജോബിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നല്ലൊരു ഏർണിങ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കുട്ടികൾ തന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സംഭവം അതൊരു പോസിറ്റീവായിട്ടുള്ള തിങ്സ് ആണെങ്കിലും അത് ആ ഒരു വീട്ടിലുള്ള ഉപ്പമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു ആളുകളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു കുറച്ചിലായിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് അൺവാണ്ടഡ് തോട്ട്സുകൾ വരും. എപ്പോഴും ക്ഷീണം തോന്നുക, അതുപോലെ തന്നെ മറ്റസുഖങ്ങളും ഉണ്ടായിരിക്കാം, കൊളസ്ട്രോൾ, ഷുഗർ, അത്തരം അസുഖങ്ങളൊക്കെ അതിൽ പൊതുവെ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം വരും, ഉറക്കക്കുറവുണ്ടാകും. ശരിയായ രീതിയിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ശാരീരികപരമായിട്ട് മാനസികപരമായിട്ട് ഒരു ഉല്ലാസം വരാതിരിക്കും. മെയിനായിട്ടും നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ഒരു മടി, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രധാനമായിട്ടും മൂത്രശങ്ക അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുക, അത്തരം കണ്ടീഷൻ, സെക്ഷുവൽ കോണ്ടാക്റ്റിൽ വരുന്ന പ്രയാസങ്ങൾ, ഇറക്റ്റിൽ അതായത് ഉദാഹരണ പ്രോബ്ലംസ് വരിക, അല്ലെങ്കിൽ ഭാര്യയെ ശരിക്കും തൃപ്തിപ്പെടുത്താൻ പറ്റാതിരിക്കുക, ആ ഒരു പ്രശ്നം തന്നെ നമ്മൾ മൈൻഡിൽ ഇട്ടിട്ട് അത് വലിയൊരു ബ്ലാസ്റ്റിംഗ് ഉള്ള രീതിയിലോട്ട് വരെ പല ആളുകളും കൊണ്ടുവരും. മിക്ക വീടുകളിലും ഇത്തരം ആളുകൾ ഈ ഒരു പ്രയാസങ്ങളൊക്കെ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു അസുഖമാണെന്നോ, അല്ലെങ്കിൽ ഇതൊരു അസുഖമായി മീൻസ് ഇതൊരു അസുഖത്തിൻ്റെ ലക്ഷണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു മെറ്റാബോളിസ് അല്ലെങ്കിൽ ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ട് വരുന്നതാണെന്നൊന്നും പൊതുവെ നമുക്കിടയിൽ ആരും മനസ്സിലാക്കാറില്ല. അത്തരം കണ്ടീഷനെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏജിനെ നമുക്കൊരിക്കലും പിന്നോട്ടെടുക്കാൻ പറ്റാത്തതുപോലെ തന്നെ ശരീരത്തിൽ കുറയുന്ന ഹോർമോൺസുകളെ ഒരിക്കലും നമുക്ക് റിമേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അതിന് നമുക്ക് ഉള്ളതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അത്തരം കണ്ടീഷനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവേ നമ്മളെ ശരീരം ഇപ്പോൾ അബ്രോഡൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും. മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് അതായത് നമ്മൾ പറയില്ലേ കൊത്തിയും കിളച്ചും ഒക്കെ നടക്കുന്ന ആളുകൾ, അവർക്കാണ് ഇത്തരം കണ്ടീഷൻ കുറച്ച് കുറവായിരിക്കും. അതെന്താ അതിൻ്റെ വ്യത്യാസം എന്നറിയോ? നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അധ്വാനത്തിലൂടെ അതിൻ്റെ ബാലൻസ്, അതായത് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്.
നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ നമ്മളെ വൃഷണത്തിൻ്റെ അടിഭാഗത്തുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നല്ല രീതിയിൽ പെൽവിക് ഓർഗൻസിന് അല്ലെങ്കിൽ അരക്കെട്ടിന് അല്ലെങ്കിൽ നമ്മളുടെ കുടവയറില്ലാത്തൊരു സിറ്റുവേഷൻസിൽ ഇതിലൊക്കെ തന്നെ അതായത് നല്ല രീതിയിൽ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളുകൾക്കാണെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് സിറ്റുവേഷൻസ് ഒക്കെ കുറവായിരിക്കും. അതായത് അവർക്ക് ആ ഒരു ഹോർമോൺ ബാലൻസ് ചെയ്തിട്ട് പോകും. നമ്മൾ കറക്റ്റായിട്ട് രക്തയോട്ടം വരിക, അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വിയർത്തു പോവുക. ഇത്തരം കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസമുണ്ട്? നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അസുഖത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. നമുക്ക് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വരുന്ന പ്രത്യേകം എല്ലാ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഭാഗത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. രണ്ടാമത്തേതായിട്ട് പുകവലി, മദ്യപാനം ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു സിറ്റുവേഷനിൽ ചില ആളുകൾ അതുവരെ ഒരു 40-45 വയസ്സ് വരെയൊക്കെ നമ്മൾ സിഗരറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒന്നും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് ഈ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യൽ കാണുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ, നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ എത്ര കണ്ട് ഹൈഡ്രേറ്റഡ് ആവുന്നോ നമ്മൾ അത്ര കണ്ട് നമ്മളുടെ മെൻ്റലി ഫിസിക്കലി നമ്മളുടെ ബോഡി ഭയങ്കരമായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ആവുന്നുള്ളൂ. അതായത് മെൻ്റലി കൂടെ നമ്മൾ നല്ല രീതിയിൽ വാം ആയിട്ടിരിക്കും അല്ലെങ്കിൽ കൂളായിട്ടിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി നാലാമത്തത്, നമ്മൾ ഒരിക്കലും കമിഴ്ന്ന് കിടക്കരുത്. ഇത്തരം കണ്ടീഷൻ പ്രയാസങ്ങൾ പോകുമ്പോൾ അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് കമിഴ്ന്ന് കിടക്കുന്ന പ്രത്യേകിച്ച് പുരുഷന്മാർ കമിഴ്ന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. ഇത്തരം ആളുകളിൽ നടുവേദനയുടെ സാന്നിധ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ കുഷ്യൻ പോലെയുള്ളത് ഉപയോഗിക്കാതെ നല്ല പ്ലെയിൻ ആയിട്ടും കട്ടിയുള്ളതും ഒരേ നിരപ്പിലുള്ളതായിട്ടുള്ള ബെഡുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ആയിട്ടുള്ള പില്ലോ യൂസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. ലോ ലെവലിലുള്ള പില്ലോസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് തലയണ യൂസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ സ്പോഞ്ചി ടൈപ്പ് തലയണ, അതായത് കൂടുതൽ നമ്മളുടെ അതായത് പെരടി, നട്ടെലി ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിടത്തം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരം പേഷ്യൻസിൽ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടായിരിക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിൽ മെഡിസിൻസ് കഴിച്ചോ അത് എങ്ങനെയാണ് നമുക്ക് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോവുക, അത്തരം കണ്ടീഷനിൽ നിങ്ങൾ നോർമലൈസ് ചെയ്തിട്ട് കൊണ്ടുപോവുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കും തന്നെ ഇത് ഇങ്ങനെ ഹോർമോൺ പ്രോബ്ലംസ് വന്നതിൻ്റെ പേരിലാണെന്ന് ഒരിക്കലും അറിയില്ല. സോ നമ്മൾ അത്തരം കണ്ടീഷൻ ആകുമ്പോൾ ഫാമിലിയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മക്കളാണെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ഇത്തരം കണ്ടീഷനിലോട്ട് പോകുമ്പോൾ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഉറക്കക്കുറവിൻ്റെ ഇഷ്യൂസ് കൂടെ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നായതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞു മൂത്ര സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും പോകണം എന്ന് തോന്നുക അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും കഴിയാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാനസികപരമായിട്ട് തോന്നുക. ഇത്തരം കണ്ടീഷൻസിലൊക്കെ തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് എണീക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉറക്കം നഷ്ടപ്പെടാം. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ കൂടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്ട്രെസ്സോ ദേഷ്യമോ ഒക്കെ തന്നെ ഇത്തരം പേഷ്യൻസ് കാണിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഉദാഹരണ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ എപ്പോഴും വൈഫ് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ദേഷ്യം അല്ലെങ്കിൽ അവർ ഒരു വാശി അത്തരം കണ്ടീഷനിൽ തന്നെ നമ്മൾ അവരുടെ മക്കൾ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മളിത് ചെയ്യേണ്ടത്. ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇനി എത്ര പ്രായം കൂടിയ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 65, 70 ഒക്കെ ആയി ഇത്തരം പ്രോബ്ലംസിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇല്ലാത്ത പല ശീലങ്ങൾ, ഉദാഹരണമായിട്ട് നമുക്ക് ശരീരത്തിനൊരു അധ്വാനം ഇല്ല, അതല്ലെങ്കിൽ നല്ല ഫുഡില്ല, നല്ല വെള്ളം കൂടി ഒരു ശീലമില്ല, അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല,
അത്തരം കണ്ടീഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് വരാം. അതായത് പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ, അതായത് ഒരു 20 മിനിറ്റ് നമ്മൾ വീശി നടക്കുക, അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക. വൈറ്റമിൻ സി ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, അതുപോലെ തന്നെ അനാർ, ഇതൊക്കെ ധാരാളം കഴിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ പുരുഷന്മാരാകുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങളാണ് തണ്ണിമത്തൻ, അതുപോലെ തന്നെ വെണ്ടക്ക, മുരിങ്ങയില, മുരിങ്ങാക്കായ, അതുപോലെ തന്നെ കൂടുതലായിട്ട് വെളുത്തുള്ളി ധാരാളം കഴിക്കുക, പപ്പായ കഴിക്കാം, വെള്ളം ധാരാളം കുടിക്കണം. തണ്ണിമത്തൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വെള്ളം ഉള്ള ഫ്രൂട്ട്സുകളും ഇതൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. സോ ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് നമുക്ക് സാലഡുകളാക്കിയിട്ടും അതിൽ കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ തന്നെ ധാരാളം യൂസ് ചെയ്യണതും നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിൽക്കാൻ നമ്മളെ ഹെൽപ്പാക്കും. അത്തരം കണ്ടീഷനിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ നമ്മളെ ഇത് സഹായിക്കും. നമ്മളെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ശരീരത്തിൽ തീർച്ചയായിട്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതെ സന്തോഷത്തിൻ്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവും. സോ അത്തരം ഹോർമോൺസുകൾ, സ്ട്രെസ് ഹോർമോൺസുകളെ കുറക്കുന്നതോട് കൂടി തന്നെ നമുക്കിതിനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ വൈഫിനോടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തിനോടൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം. എന്തൊക്കെ കണ്ടീഷൻസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയാം. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും നമ്മൾ അൺവാണ്ടഡ് സ്ട്രെസ്സുകൾ കെട്ടിവെക്കരുത് ഒരിക്കലും. സോ അത്തരം പ്രോസസ്സുകൾ തുറന്ന സംസാരത്തിലൂടെ പോലും നമുക്ക് ഇത്തരം കണ്ടീഷൻസിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് നമ്മളെ ഓവർകം ചെയ്യാൻ ഹെൽപ്പാക്കും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നമ്മളുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഓരോരുത്തർ സഫർ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇത്തരം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് മനസ്സിലാക്കുക, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കണ്ടീഷൻസ് നമുക്ക് മെഡിസിൻ ഇല്ലാതെയോ അല്ല നമുക്ക് മെഡിസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.